ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത പഞ്ചദശോധ്യായഃ. പുരുഷോത്തമയോഗഃ. പരമ്പൊരുളിനെ പ്രത്യക്ഷത്തിലെന്ന പോലെ കാണിച്ചു തരുന്ന മഹത്വമേറിയ അധ്യായമാണ് പുരുഷോത്തമയോഗം. ഗീതയിൽ തന്നെ മറ്റധ്യായങ്ങളെക്കാൾ ശോഭയേറിയതുമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ അധ്യായം പ്രാർത്ഥനയായി ചൊല്ലിവരുന്ന ഒരു പതിവുമുണ്ട്. 13-ാം അധ്യായത്തിൽ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് നമ്മൾ പഠിച്ചു. ക്ഷേത്രജ്ഞനിൽ നിന്നും ക്ഷേത്രത്തെ നീക്കിയാൽ അവശേഷിക്കുന്നത് പ്രജ്ഞാനസ്വരൂപിയായ പരമ്പൊരുൾ മാത്രമാണ്. ത്രിഗുണങ്ങളുമായുള്ള ചേർച്ച കൊണ്ടാണ് അകർത്താവായ ആത്മാവിന് കർത്താവായ ശരീരത്തോട് ബന്ധമുണ്ട് എന്ന് തോന്നുന്നത്. ഈ ബന്ധഭാവനയിൽ നിന്ന് ആത്മാവിന് പരമസ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഗുണങ്ങളെ കടന്നു പോകണം. അതിനുള്ള ഉപായമെന്താണെന്നും ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും നാം 14-ാം അധ്യായത്തിൽ വിശദമായി പഠിച്ചു. ഈ ജഗത്ത് നശ്വരമാണ് അഥവാ ക്ഷരമാണ്, പരമാത്മാവ് അക്ഷരമാണ് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. വാസ്തവത്തിൽ പരമ്പൊരുൾ ക്ഷരത്തിൽ നിന്നും അക്ഷരത്തിൽ നിന്നും അതീതനായ പുരുഷോത്തമനാണ്. ഈ സത്യം ഈ അധ്യായത്തിൽ വ്യക്തമാക്കപ്പെടുന്നു. സംസാരത്തിൻ്റെ സ്വരൂപം ഉപദേശിച്ചുകൊണ്ടാണ് അധ്യായം തുടങ്ങുന്നത്. വൃക്ഷരൂപ കൽപ്പന കൊണ്ടാണ് ഇത് വർണ്ണിക്കുന്നത്. ആദ്യത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ്. ഊർധ്വമൂലം മേലോട്ട് വേരുള്ളതും അധശാഖം കീഴോട്ട് ശാഖകൾ ഉള്ളതുമായ അശ്വത്ഥം അരയാലിനെ അവ്യയം നാശമില്ലാത്തതായി പ്രാഹു ജ്ഞാനികൾ പറയുന്നു. യസ്യ പർണാനി ഏത് അശ്വത്ഥത്തിൻ്റെ ഇലകൾ ഛന്ദാംസി വേദങ്ങൾ ആകുന്നുവോ യഹ ഏതൊരുത്തൻ തം വേദ ആ വൃക്ഷത്തെ അറിയുന്നുവോ സഹ അവൻ വേദവിദ് വേദാർത്ഥത്തെ അറിയുന്നവനാകുന്നു. ശ്രീ ഭഗവാൻ പറഞ്ഞു, മേലോട്ട് വേരുകളുള്ളതും കീഴോട്ട് ശാഖകളുള്ളതും നാശമില്ലാത്തതുമായ അരയാൽ വൃക്ഷത്തെപ്പറ്റി ജ്ഞാനികൾ പ്രസ്താവിക്കുന്നുണ്ട്. വേദങ്ങൾ അതിൻ്റെ ഇലകളാകുന്നു. ആരാണോ അതിനെ അറിയുന്നത് അവൻ വേദജ്ഞനത്രേ. കഠോപനിഷത്തിലെ മന്ത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ശ്ലോകത്തിൽ സംസാരവൃക്ഷത്തെയും അതിന് പരമ്പൊരുളുമായുള്ള ബന്ധത്തെയും വിശദമായി ചിത്രീകരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവരുടെ ബുദ്ധിയിലുദിക്കുന്ന ചില സംശയങ്ങളുണ്ട്. ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ നിന്ന് നാമരൂപാത്മകമായ ജഗത്ത്, അതായത് ശരീരം, മനസ്സ്, ബുദ്ധി, അവയുടെ വിഷയങ്ങൾ എല്ലാം എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഒരു ജഗത്ത് ഉണ്ടായെങ്കിൽ അതിനെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ആര്? സൃഷ്ടികർത്താവായ ഈശ്വരനും സൃഷ്ടിക്കപ്പെട്ട ജഗത്തും തമ്മിൽ എന്താണ് ബന്ധം? അശ്വത്ഥവൃക്ഷത്തിൻ്റെ രൂപകൽപ്പന ഇതിനൊരു വ്യക്തതയുണ്ടാക്കിത്തരും. അശ്വത്ഥം എന്നാൽ അരയാൽ. നശ്വസ്തിഷ്ഠതി ഇതി അശ്വത്ഥഃ. നാളത്തേക്ക് നിലനിൽക്കാത്തത് ഏതോ അത് അശ്വത്ഥം. നിത്യവും പരിണമിക്കുന്ന സംസാരത്തിൻ്റെ പ്രതീകമാണത്. ഊർധ്വമൂലം എന്നാൽ വേരുകൾ മുകളിലേക്ക് ആയത്. ഇവിടെ ഊർധ്വ ശബ്ദത്തിന് എല്ലാറ്റിലും മേലെ ഇരിക്കുന്നത് ബ്രഹ്മം എന്നർത്ഥം. ഈ സംസാരവൃക്ഷത്തിന് നാരായവേരായി നിൽക്കുന്നത്, ഇവയ്ക്കെല്ലാം ഉണ്മ കൊടുക്കുന്നത് ബ്രഹ്മമാണ്. വൃക്ഷം വേരിലൂടെയാണ് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം വലിച്ചെടുക്കുന്നത്. അതുപോലെ ഇവിടെ ഉണ്ടാവുന്ന സംസാര അനുഭവങ്ങളും അതനുഭവിക്കുന്ന ജീവനും എല്ലാം പരമാത്മാവിനെ അവലംബിച്ചാണ് നിലകൊള്ളുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മവും
മഹത്വമേറിയതും നിത്യവും സർവവ്യാപിയും ആദികാരണവും എല്ലാമായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എല്ലാത്തിനും മുകളിലായി സങ്കല്പിക്കുന്നു. അധ ശാഖം, അതിൻ്റെ ശാഖകൾ താഴോട്ടാണ്. അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ ഇവയെല്ലാം അതിൻ്റെ ശാഖകളാണ്. ഇതിൻ്റെ എല്ലാം മൂലമായ ബ്രഹ്മത്തെ അപേക്ഷിച്ച് ഇവയെല്ലാം അധമങ്ങളാകയാൽ അവ കീഴോട്ട് നിൽക്കുന്നതായി പറയുന്നു. നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നതായാലും സംസാരം ഏതെങ്കിലും രൂപത്തിൽ എന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ അവ്യയം എന്ന് വിശേഷിപ്പിച്ചത്. 4 5 പുരുഷായുസിലേറെ കാലം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു അരയാലിൻ്റെ കാലനിർണയം ചെയ്യാൻ സാമാന്യ ജനങ്ങൾക്ക് പ്രയാസമാണ്. അതുപോലെ തന്നെ സംസാരവും ആദിയും അന്തവുമില്ലാതെ അങ്ങനെ തുടർന്നു പോകുന്നു. എന്നാൽ അരയാലും കാലക്രമത്തിൽ നശിക്കുന്നതാണ്. അതുകൊണ്ട് അവ്യയം എന്ന ശബ്ദം ആപേക്ഷികമായി മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഈ സംസാര വൃക്ഷത്തിൻ്റെ ഇലകൾ വേദങ്ങളാണ് എന്ന് പറയുന്നു. സൂര്യതാപത്തിൻ്റെ സഹായത്താൽ ഭക്ഷണം പാകം ചെയ്ത് വൃക്ഷങ്ങളെ പോഷിപ്പിക്കുന്നത് ഇലകളാണ്. അതുപോലെ തന്നെ വേദങ്ങളാണ് ഈ സംസാര വൃക്ഷത്തെ പരിരക്ഷിക്കുന്നത്. ജീവിതത്തെ ഉജ്ജ്വലമാക്കുന്നത് ജ്ഞാനമാണ്. ബ്രഹ്മം മുതൽ ഈ ജഗത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് ജ്ഞാനമാണ്, വേദമാണ്. ധർമാധർമ്മങ്ങളുടെ ഫലങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് വേദങ്ങൾ സംസാരവൃക്ഷത്തെ പരിരക്ഷിക്കുന്നു. ഇങ്ങനെ വ്യാഖ്യാനിച്ചതായ സംസാരവൃക്ഷത്തെ മുഴുവനായും മനസ്സിലാക്കുന്നവൻ വേദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നവനാണ്. കാരണം ഈ സംസാരവൃക്ഷത്തെ സമൂലം അറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി ഒരു അണുപോലും ഇവിടെ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് വേദാർത്ഥം അറിയുന്നവൻ സർവജ്ഞനാകുന്നു. ഇനി ഈ സംസാരവൃക്ഷത്തിൻ്റെ തന്നെ മറ്റവയവങ്ങളെ സംബന്ധിച്ച സങ്കല്പം പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. 2-ാമത്തെ ശ്ലോകം. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഗുണപ്രവൃദ്ധ, സത്വാദി ഗുണങ്ങളാൽ പുഷ്ടിപ്പെട്ടവയും വിഷയപ്രവാള, വിഷയങ്ങളാകുന്ന തളിരുകളോട് കൂടിയവയുമായ തസ്യ, അതിൻ്റെ, അതായത് സംസാരവൃക്ഷത്തിൻ്റെ ശാഖകൾ അധഃ താഴോട്ടും ഊർധ്വം ച മേൽപോട്ടും പ്രസൃതാഹ വ്യാപിച്ചവയാണ് അല്ലെങ്കിൽ പടർന്നവയാണ്. കർമാനുബന്ധീനി, കർമ്മബന്ധമുണ്ടാക്കുന്ന മൂലാനി വേരുകൾ അധഃ താഴെയുള്ള മനുഷ്യലോകേ മനുഷ്യലോകത്ത് അനുസന്തതാനീച പടർന്നു പിടിച്ചതായും ഇരിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ടവയും വിഷയങ്ങളാകുന്ന തളിരുകളോട് കൂടിയവയുമായ സംസാരവൃക്ഷത്തിൻ്റെ കൊമ്പുകൾ ചുവട്ടിലേക്കും മുകളിലേക്കും പടർന്നിരിക്കുന്നു. താഴെ മനുഷ്യലോകത്തിൽ കർമ്മബന്ധങ്ങളായ വേരുകൾ വ്യാപിച്ചും ഇരിക്കുന്നു. ഗുണങ്ങളുടെ പരിണാമം കൊണ്ടാണ് ഇവിടെ നാനാതരത്തിലുള്ള ശരീരങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യവർഗത്തിനെ അപേക്ഷിച്ച് താഴോട്ട് സ്ഥാവരങ്ങളായ വൃക്ഷങ്ങൾ വരെയുള്ള ജീവികളുടെ സ്ഥാനവും മുകളിലേക്ക് വിശ്വസൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം വരെയും പറഞ്ഞിരിക്കുന്നു. രാഗദ്വേഷങ്ങൾ എല്ലാ പ്രാണികൾക്കും സമാനമാണെങ്കിലും മനുഷ്യരെ മാത്രമാണ് അത് ധർമാധർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാഹ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ കീഴോട്ടും മേലോട്ടും പടർന്നു നിൽക്കുന്നു. മനുഷ്യ മനസ്സിൽ നികൃഷ്ട ചിന്തകളും ഉത്കൃഷ്ട ചിന്തകളുമുണ്ട്. അത് ചിലപ്പോൾ ആത്മശ്രേയസിൻ്റെ മാർഗത്തിലേക്ക് ഉയരും, മറ്റു ചിലപ്പോൾ മൃഗീയ നിലവാരത്തിലേക്ക് താഴുകയും ചെയ്യും. ഈ ശാഖകൾ പുഷ്ടിപ്പെടുന്നത് സത്വരജസ്തമോ ഗുണങ്ങളാലാണ്. ഒരു വ്യക്തിയിലുള്ള സാത്വികം, രാജസം, താമസം എന്നീ ത്രിഗുണങ്ങളാണ് ഊർധ്വഗതിക്കും അധോഗതിക്കുമുള്ള പ്രവണതകളെ നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത്. വിഷയങ്ങളെ ഇവിടെ തളിരുകളായി പറഞ്ഞിരിക്കുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം മുതലായ വിഷയങ്ങളാണ്
മനോഹരങ്ങളായ തളിരുകളായി ഈ ശാഖകളിൽ അങ്കുരിക്കുന്നത്. ഈ വിഷയങ്ങൾക്ക് അഭിമുഖമായിട്ടാണ് മനുഷ്യൻ്റെ മനസ്സ് നീങ്ങുന്നത്. ഈ സംസാര വൃക്ഷത്തിൻ്റെ വേരുകളാകട്ടെ മുകളിൽ നിന്നുള്ളതുപോലെ തന്നെ കീഴോട്ടും വ്യാപിച്ചിരിക്കുന്നു. നാരായ വേര് മുകളിൽ സർവേശ്വരനിലാണെങ്കിലും ഉപവേരുകൾ താഴെ പടർന്നു പിടിച്ച് കർമ്മഭൂമിയിൽ മനുഷ്യനെ ബന്ധിക്കുന്നു. അധശ്ച മൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. വാസനകളെയാണ് ഇവിടെ ഉപവേരുകൾ എന്ന് പറയുന്നത്. നമ്മുടെ വാസനകളാണ് നമ്മളെ ഈ കർമ്മഭൂമിയിൽ ബന്ധിക്കുന്നത്. നമ്മളെ ദുഷ്കർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്നതും ഈ വാസനകൾ തന്നെയാണ്. വേരുകൾ വൃക്ഷത്തെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ നല്ലതും ചീത്തയുമായ കർമ്മവാസനകൾ മനുഷ്യനെ ഈ ലോകത്തിൽ ബന്ധിക്കുന്നു. ഹരി ഓം തത്സത്.